സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, റഹീം പറഞ്ഞതിൽ സാങ്കേതികമാണ് വാദങ്ങളെങ്കിലും ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു കത്തിൽ പറയുന്നത് പ്രിൻസിപ്പൽ എന്ന നിലയിൽ അവർ നിർവഹിച്ചിരുന്ന ചില ചുമതലകൾ സർവകലാശാല ഡീബാർ ചെയ്ത സ്ഥിതിക്ക് ഇനി നിർവഹിക്കുന്നതല്ല. അപ്പോഴും ആ പ്രിൻസിപ്പൽ സ്ഥാനമുണ്ട്, അത് പ്രധാനമാണ്. പ്രിൻസിപ്പൽ എന്ന നിലയിൽ അവർ നിർവഹിച്ചിരുന്ന ചില ചുമതലകളാണ് ഡീബാർ ചെയ്യപ്പെടുന്നതിൻ്റെ ഭാഗമായി തുടർന്നും കൈക്കൊള്ളാൻ കഴിയാതിരിക്കുന്നത്. അപ്പോൾ അതാണ് ഒരു കത്തിൻ്റെ റെലവൻസ്. മറ്റൊന്ന്, റഹീമും സമ്മതിക്കുന്നു, ശരിയാണ്, സ്വമേധയാ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് അവർ മാറി നിൽക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് രണ്ടാമത്തെ കത്ത്. ഈ സ്വമേധയാ എന്ന് പറയുമ്പോൾ നാം റഹീമിനെ വല്ലാതെ ഉപദ്രവിക്കേണ്ടതില്ല. കാരണം ഈ ലക്ഷ്മി നായർ കോടതിയിലേക്ക് പോകുന്നില്ല. അവർ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞാണ്. അങ്ങ് തന്നെ ഒരു ചർച്ചയിൽ ഇവിടെ മുൻപ് ഇരുന്നപ്പോൾ പറയുകയുണ്ടായി, എന്തുകൊണ്ട് ലക്ഷ്മി നായർ മാധ്യമങ്ങളോട് പറഞ്ഞില്ല എന്ന്. അവർ പറഞ്ഞു, ഞാൻ കോടതിയിലേക്ക് പോകില്ല എന്ന്. അതുകൂടെ സ്ഥാപിക്കുന്നതാണ് ആ രണ്ടാമത്തെ കത്ത്. മൂന്ന്, അഫിലിയേഷൻ റദ്ദാക്കുക എന്നത് എവിടെയും ഉയർന്നു വന്നിട്ടുള്ളൊരു ആവശ്യമല്ല. പിന്നെ അതിലെന്തിനാണ് ഒരു ബലം പിടുത്തം? കറക്റ്റ് ചോദ്യമാണ്. ഞാൻ അതിലേക്ക് വരുമ്പോൾ ആദ്യം ഇന്ന് വന്ന റഹീം പറയുന്ന ഞങ്ങൾ രണ്ട് കത്ത് അംഗീകരിച്ചു എന്ന് പറയുന്നു. ഇത് കേരള സർവകലാശാലയുടെ രജിസ്ട്രാർഡ് ഓഫീസ് നമ്പർ ഇട്ട് സീൽ ചെയ്ത് സ്വീകരിച്ച സാധനമാണ്. ഇതിൽ ഡേറ്റ് 6/2/2017 ആണ്. അത് തന്നെ തെറ്റാണ് ആണ്. എന്നിട്ട് ഇന്നത്തെ കമ്മിറ്റി തന്നിരിക്കുകയാണ് 6/2/2017. ഇതിനകത്ത് ഇത് സർവകലാശാലയിൽ ഞാനത് തെറ്റാണെന്ന് പറഞ്ഞത് ഈ ധാരണ ഉണ്ടായ ദിവസം 6/2 അല്ല. നമ്മളാരെ അഡ്രസ് ചെയ്തിട്ടില്ല. അങ്ങനെ പറഞ്ഞു പോരുത്. ഇത് ഒഫീഷ്യലായി ഇന്ന് സിൻഡിക്കേറ്റിലെ അജണ്ടയോടൊപ്പം വിതരണം ചെയ്തിരുന്നോ ഇല്ലയോ റഹീമെ? വിതരണം ചെയ്തിരുന്നു. എന്തിന് ഞങ്ങൾക്ക് തന്നു? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അപ്പൻഡിക്സ് ആയിട്ട് ഞങ്ങൾ നേരത്തെ വിദ്യാർത്ഥികളുമായി ചേർന്നുണ്ടാക്കിയ ധാരണയുടെ പുറത്തുള്ള കോപ്പിയും കൂടി വെക്കുന്നു പറയണ്ടേ? അത് പറഞ്ഞിട്ടല്ലോ. പറഞ്ഞു പോരി. അങ്ങനെ നാരായണ സാർ ഇതൊക്കെ ചെയ്യുന്നത് ആലോചിച്ചോണം. അപ്പോൾ ഇത് രണ്ടും മാറ്റി വെച്ചിട്ട് ഇത് ഇങ്ങനൊരു സാധനം തന്നിരിക്കുന്നു. അതിനകത്ത് വളരെ സൂക്ഷിച്ച് നോക്കണം. ഡേറ്റ് ഇന്നത്തെ തന്നെയാണ്. ഇത് 3 ഡേറ്റ് ഇന്നാണ് ഇത്. അപ്പോൾ ഇതിനെ ബുദ്ധിപൂർവ്വം മറന്നോട്ടെ. അപ്പോൾ അവിടെയാണ് ചോദ്യം, SFIക്ക് കൊടുത്ത ഉറപ്പ് ഇതിനകത്ത് പാലിക്കപ്പെടുന്നുണ്ടോ? അവർ പറയുന്നു ഔപചാരികമായി പ്രിൻസിപ്പളിനെ മാറ്റി നിർത്തുന്നെങ്കിൽ എന്തുകൊണ്ട് ഫാക്കൽറ്റിയുടെ പറഞ്ഞൊരു കാര്യമുണ്ട്. അങ്ങനെയെങ്കിൽ പിന്നെ ബാക്കി എല്ലാം വിസ്തരിക്കേണ്ടതുണ്ട്. ഫാക്കൽറ്റി എന്നുള്ളത് ഒഴിവാക്കുന്നു, ഞങ്ങൾ റിസർച്ച് സെന്ററിന്റെ ഡയറക്ടർ വാദത്തിന് വേണ്ടി അങ്ങനെ അംഗീകരിച്ചാൽ പോലും ഇവിടെ അഫിലിയേഷനെ പിൻവലിക്കുന്ന ശ്രീ വേണു ചോദിച്ചു. അഫിലിയേഷനെ പിൻവലിക്കുന്ന അല്ലല്ല, എനിക്ക് അതിനു മുമ്പ് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പ്രിൻസിപ്പൽ എന്ന നിലയിലല്ല ഡീബാർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അവരുടെ ചില ചുമതലകൾ പ്രിൻസിപ്പൽ എന്ന നിലയിൽ അവരിൽ നിക്ഷിപ്തമായിരുന്നു. ആ ചുമതലകളിൽ നിന്നാണ് ഡീബാർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് ഒരു കത്തിന്റെ റെലവൻസ് ആണ്. രണ്ടാമത്തെ കത്ത് എന്ന് പറഞ്ഞാൽ അവർ മാറി എന്നുള്ളതാണ്. അതിന് ഞാൻ പറയുന്നത് ന്യായീകരണം. പറഞ്ഞിട്ടുണ്ട്. ആ രണ്ട് കാര്യങ്ങളിലും എനിക്ക് ജ്യോതിയുടെ മറുപടി വേണം. പ്രിൻസിപ്പൽ എന്ന സ്ഥാനത്ത് നിന്ന് അവരെ പരീക്ഷാ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു പറയുന്നത് അങ്ങനെ ഒരു കത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ പറയാം എന്തുകൊണ്ടെന്നാൽ സർവകലാശാല കഴിഞ്ഞ സിൻഡിക്കേറ്റിൽ എടുത്തിട്ടുണ്ട് അവരെ പരീക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളും മാറ്റി നിർത്താൻ. ഇനി അത് മാനേജ്മെന്റ് കൊടുക്കുന്നത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ്. അല്ല, അങ്ങനെയെങ്കിൽ അദ്ദേഹം 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന പോലെ അല്ലല്ലോ. 1, ഡീബാർ ചെയ്തതിന്റെ കാര്യം നടപ്പാക്കിയെന്ന് പറയുന്നു. 2, ക്യാമറ നീക്കിയെന്ന് പറയുന്നു. 3, ഈ പറഞ്ഞ ഇവാക്വേഷൻ ഉണ്ടാവില്ല എന്ന് പറയുന്നു. അതവർ തിരിച്ചെടുത്ത നടപടികൾ അറിയിക്കുകയാണ്. അതാണ് ആയിക്കോട്ടെ. അതിനകത്ത് പരീക്ഷയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനെ സംബന്ധിച്ച് അവരിങ്ങോട്ട് പറയേണ്ട കാര്യമേ ഇല്ല. കാര്യം എന്ന് വെച്ചാൽ അത് സിൻഡിക്കേറ്റാണ് തീരുമാനിക്കേണ്ടത്. മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് മാനേജ്മെന്റാണ് തീരുമാനിക്കേണ്ടത്. അതെങ്ങനെയാണ്? സർവകലാശാല പറയുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയേ ക്യാമറകൾ വെക്കാൻ പാടും. അതുകൊണ്ടാണ് പറഞ്ഞത് ആ സ്ഥലങ്ങളിൽ നിന്നത് മാറ്റിയിട്ടുണ്ട്. അത് മാനേജ്മെന്റ് ആവശ്യമാണ്. മാനേജ്മെന്റാണ് ചെയ്യേണ്ടത്. അതാണ് മാനേജ്മെന്റ് ചെയ്തിരിക്കുന്നത്. മറ്റേത് മാനേജ്മെന്റ് അല്ല ചെയ്യേണ്ടത്. നമ്മൾ ഇന്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ there ends the matter. ശരിയാണ്. there ends the matter. നമ്മൾ ഇന്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സർവകലാശാല തീരുമാനം എടുത്ത് അറിയിച്ചാൽ അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അതിന്റെ പ്രശ്നം കഴിഞ്ഞു. രണ്ടാമത്തത് പ്രിൻസിപ്പളായി തുടരുന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ മാനേജ്മെന്റിനെ അച്ഛനെയും മകളെയും ആർക്കെങ്കിലും വിശ്വാസമുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ കുട്ടികൾ ഇപ്പോഴും പറയുന്നത് മാറിക്കണമെന്ന്. ഇനി അഫിലിയേഷൻ വിഡ്രോ ചെയ്യാൻ ആരും പറയുന്നില്ല. ഇതിനു മുമ്പ് അഫിലിയേഷനിലേക്ക് വരുന്ന തൊട്ടുമുമ്പ് ഒരു കാര്യം കൂടി, രാജിവെച്ചാലും തിരിച്ചു വരാം. അതാ വീണ്ടും ആവർത്തിച്ചത്. അതിന്റെ മറുപടിയാണ് ഈ നിങ്ങളുടെ മുദ്രാവാക്യമാണ് രാജിവെക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ഞാൻ പറഞ്ഞത് ഇപ്പോൾ പ്രിൻസിപ്പൽ മന്ത്രി വിളിച്ചെടുത്തു എന്ന് പറഞ്ഞു, മാറി നിൽക്കാം, നാളെ തിരിച്ചു വരാം, പരസ്യമായി അവർ പ്രഖ്യാപിക്കട്ടെ, ഞാൻ രാജിവെച്ചിരിക്കുന്നു, അവിടെ തീർന്നുള്ള പ്രശ്നം. പിന്നീട് വരണമെങ്കിൽ സർവകലാശാലയിൽ അറിയിച്ച് ഇത് ഇന്റർവ്യൂ നടത്തി അറിയിച്ചിട്ടില്ല. അത് വേറെ വിഷയം. സർവകലാശാല ഇത് മാത്രമല്ല, മാനേജ്മെന്റ് ചേഞ്ചസും അറിയിച്ചിട്ടില്ല. അത് കുറേ അന്വേഷണങ്ങൾക്ക് വകയുണ്ട്. അവിടെ നിൽക്കട്ടെ. ഇനി മറ്റിലേക്ക് കിടക്കാമല്ലോ. അഫിലിയേഷനെ സംബന്ധിച്ച് ഒരു വിദ്യാർത്ഥി സംഘടനയും പറഞ്ഞിട്ടില്ല. KSUവും പറഞ്ഞിട്ടില്ല, SFIയും പറഞ്ഞിട്ടില്ല, MSFും പറഞ്ഞിട്ടില്ല, ABVPയും പറഞ്ഞില്ല, ASUവും പറഞ്ഞിട്ടില്ല. അവരല്ല പറയേണ്ടത്. ഇവിടെ കുട്ടികൾ തന്ന പരാതിയുടെ പുറത്ത് സർവകലാശാല സിൻഡിക്കേറ്റിൻ്റെ ഉപസമിതി കണ്ടെത്തിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അത് ഐക്യകണ്ഠേന സിൻഡിക്കേറ്റ് അംഗീകരിച്ച സ്ഥിതിക്ക് അതിന്മേൽ തുടർ നടപടി സ്വീകരിക്കേണ്ടത് സിൻഡിക്കേറ്റിൻ്റെ ചുമതലയാണ്. അതിനാണല്ലോ സർക്കാർ നമുക്ക് കത്ത് തന്നത്. അല്ല, ഒരു വ്യക്തിയുടെ കുഴപ്പങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടല്ലേ ശ്രീ വേണു കോൺട്രാക്ടറാണ്. ഇപ്പോൾ വേണു പറയുന്ന കോൺട്രാക്ടറാണ്. പ്രിൻസിപ്പളിനെതിരെ നടപടി എടുക്കാൻ സാധ്യതയില്ലെന്ന് പറയുന്നു.
നമുക്ക് റൂളില്ല എന്ന് പറയുന്നു. അപ്പോൾ അല്ല ഞാൻ പ്രിൻസിപ്പലിനുള്ള നടപടിയല്ല ഇത്. പ്രിൻസിപ്പൽ എന്ന നിലയിൽ അവർ അവരുടെ ഉത്തരവാദിത്തത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന വീഴ്ചകൾ അത് പരാതിയായി വന്നിരിക്കുകയാണ്. അത് വന്നു, അതിന്റെ മേളിൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണല്ലോ നടപടി. നമ്മൾ ആ കോളേജ് ഒന്ന് യൂണിറ്റ് ആയിട്ട് എടുക്കുക. ആ കോളേജിൽ ആക്ടിൻ്റെ സ്റ്റാറ്റ്യൂട്ടിൻ്റെ വയലേഷൻ ഉണ്ടായതായി നമ്മൾ സിൻഡിക്കേറ്റ് കണ്ടെത്തിയിരിക്കുന്നു. തുടർ നടപടി എന്ന് പറയുന്നത് അതിന്റെ അഫിലിയേഷൻ വിഡ്രോ ചെയ്യുകയാണ്. ഞാൻ പരീക്ഷാ ഉപസമിതിയെ കൊണ്ട് ചില നടപടികൾ എടുത്തു. അത് പരീക്ഷാ സംബന്ധമായ കാര്യങ്ങളാണ്. ബാക്കി കാര്യങ്ങൾ അങ്ങനെയല്ലോ, പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ചെയ്യുന്നുണ്ടല്ലോ. അതിനപ്പുറമായി മാർക്ക് ദാനത്തിന്റെ അതെല്ലാം നമ്മൾ ചെയ്തപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കുകയാണ് വീണ്ടും കടുത്ത നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞോട്ടെ, അഫിലിയേഷനുമായി നമ്മൾ നിങ്ങൾക്ക് അഫിലിയേഷന്റെ അധികാരം ഇല്ല എന്നല്ല 68-ാം ചട്ടം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അത് പ്രയോഗിക്കണോ വേണ്ടയോ അതിന്റെ സാഹചര്യമാണോ വേണം. ഞാനത് പറയുന്നത് അതിലേക്കാണ്, ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പോൾ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർവകലാശാല ചെയ്തു കഴിഞ്ഞ് ഇന്നും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഇത്രയും ഗ്രീവൻസ് ഉണ്ടായിരിക്കുന്നു, സ്റ്റാറ്റ്യൂട്ടിൻ്റെ ആക്ടിൻ്റെ വയലേഷൻ ഉണ്ടായിരിക്കുന്നു, നമ്മൾ അഫിലിയേഷൻ പിൻവലിക്കുന്ന ഒരു ഭാഗത്തേക്ക് നീങ്ങുന്നു. നോട്ടീസ് കൊടുക്കണം. ആദ്യം നോട്ടീസ് കൊടുത്ത് ഈ പാർട്ടിയെ കേൾക്കണം. പാർട്ടിയെ കേൾക്കുമ്പോൾ മാനേജ്മെൻറ്റ് ഉൾപ്പെടെ കേൾക്കണം. മാനേജ്മെൻറ്റ് എന്താ പറയാൻ പോകുന്നത്? ഇതിനെല്ലാം ഉത്തരവാദി പ്രിൻസിപ്പളാണ്. പ്രിൻസിപ്പളിനെ 5 വർഷത്തേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രിൻസിപ്പൾ രാജിവെച്ചിട്ടുണ്ട്. അവിടെയാണ് യുക്തിപരമായി തീരുമാനിക്കേണ്ടത്. നമ്മൾ ഈ പ്രോസസ് ഇനിഷ്യേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇനിഷ്യേറ്റ് ചെയ്യേണ്ട എങ്ങനെയാണ്? നോട്ടീസ് കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ നിയമപരമായി ഇപ്പം അഫിലിയേഷൻ എന്നുള്ളത് റദ്ദാക്കുക എന്ന തീരുമാനമില്ല ഇല്ലെന്നല്ല, അതിൻ്റെ ഗ്രീവൻസ് അനുസരിച്ചാണ്. അതിൻ്റെ മേൽ നമ്മൾ അങ്ങോട്ട് നോട്ടീസ് അയക്കുമ്പോൾ അവർ നമ്മുടെ മുമ്പിൽ ഹിയറിങ്ങിന് ഹാജരായിട്ട് മാനേജ്മെൻറ്റും പ്രിൻസിപ്പളും ഉൾപ്പെടെയുള്ള ഒരു ഹിയറിങ്ങിന് വന്നിട്ട് അവരുടെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, നമ്മുടെ കണ്ടെത്തലുകൾക്ക് അടിസ്ഥാനം എന്താണ്, അത് പ്രിൻസിപ്പൾ ആണെങ്കിൽ പ്രിൻസിപ്പൾ രാജിവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ അവസാനിക്കുക കാര്യം. അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ലല്ലോ. പക്ഷേ അതിന് പോലും തയ്യാറാകില്ല എന്ന് പറയുമ്പോൾ എന്ത് സ്വാധീനമാണ് CPM-ലും റഹീമിലും ഉള്ളതെന്ന് റഹീം പറയേണ്ടത്. ശരി, ഒരു നിമിഷം എനിക്ക് വേഗം ഒരു ഇടവേളയിൽ കൂടി പോകണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.